What's up, it's your boy and welcome back to my channel. അപ്പോൾ നിങ്ങൾ ജെഫ് ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടോ? കടവന്തറയിലുള്ള അടുത്ത അഫ്ഗാനി ചിക്കൻ, ഇറ്റ്സ് വെരി ഫേമസ്. അപ്പോൾ എനിക്ക് അത് കഴിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. ബട്ട് ഐ ലിവ് ഇൻ കൊല്ലം. ഇത് കടവന്തറയിലാണ് ജെഫ് ബിരിയാണി. സോ ഇൻ ദിസ് കൊറോണ സിറ്റുവേഷൻ ട്രാവലിംഗ് ഈസ് നോട്ട് ഓക്കെ. സോ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനത് ഉണ്ടാക്കി. സോ അതൊരു വീഡിയോ ഇട്ടിട്ടാന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ കുക്കിംഗ്. സോ ഗൈസ്, ഇതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട് ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ്. സോ ഞാൻ ഇവിടെ ഒരു ഫുൾ ചിക്കൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മിക്സി എടുക്കുക, അതിനകത്ത് ഫുൾ ഒരു മീഡിയം സൈസ് ഓണിയൻ ഇടുക, പിന്നീട് കുറച്ച് ജിഞ്ചർ, പിന്നീട് കുറച്ച് ഗാർലിക്, പിന്നീട് ഒരു 5-6 ഗ്രീൻ ചില്ലിയും കൂടി ഇടുക, ലാസ്റ്റ് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകാം. നമുക്ക് അടുത്തത് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും വെള്ളത്തിൽ ഒരു മണിക്കൂർ മിനിമം കുതിർത്തിട്ടിട്ട് അത് നമുക്ക് അരച്ചൊരു പേസ്റ്റാക്കി എടുക്കണം. ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചാൽ നല്ല സെറ്റ് പേസ്റ്റായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മാരിനേഷനിലേക്ക് കിടക്കാം. നമ്മൾ ചിക്കൻ എടുത്ത് വെക്കുക, അതിനകത്തേക്ക് നമുക്കിനി ഉപ്പിടാം. അടുത്തായിട്ട് ഒരു ലൈമിൻ്റെ ഫുൾ ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. അടുത്തായിട്ട് കുറച്ച് കുരുമുളക് പൊടി, നെക്സ്റ്റ് കുറച്ച് കസ്തൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവയുടെ ഇലയാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ്. അത് കുറച്ചിടാം. കുറച്ച് ഗരം മസാല, കുറച്ച് ജീരകപ്പൊടി, നേരത്തെ അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്ന കാഷ്യൂ ആൻഡ് ബദാം പേസ്റ്റ്, പിന്നെ കുറച്ച് തൈര്. കട്ട തൈരാണ് പ്രിഫറബിൾ, എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് പുളിയുള്ള തൈരാണ് ഇട്ടത്. അടുത്ത് നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. ഞാൻ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തേക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ചില്ലി ആൻഡ് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് പേസ്റ്റാക്കി വെച്ചേക്കുന്നതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. നമുക്കിനി ഇതെല്ലാം കൂടെ നമ്മുടെ ചിക്കൻ പീസസിനകത്ത് മിക്സ് ചെയ്ത് സെറ്റാക്കി വെക്കാം. ഇതിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം. നേരത്തെ ആഡ് ചെയ്യേണ്ടതാണ്, ഞാൻ മറന്നുപോയതാണ്. അവസാനമായാലും കുഴപ്പമില്ല. കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിന് നമുക്കൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് കോൾ അല്ലെങ്കിൽ ചിരട്ട എടുത്ത് കുറച്ച് കത്തിച്ചിട്ട് അത് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുത്താൽ നല്ല സ്മോക്ക് വരും. അത് അടച്ചു വെക്കാം. പിന്നെ ഇതൊരു 1 hour മിനിമം മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു പാത്രം എടുക്കുക, ഫയർ എത്തിക്കുക, കുറച്ച് നെയ്യ് ഒഴിക്കുക. ആദ്യമേ നമ്മൾ ചിക്കനെല്ലാം ഇതിനകത്തിട്ട് ഒന്ന് സ്റ്റേ ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യമുള്ള നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്ത് ഓരോന്നോരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡ് കിടന്ന് വേവട്ടെ. അഞ്ച് മിനിറ്റ് കഴിയുമ്പം മറ്റേ സൈഡ് ഒരു ബ്രൗണിഷ് കളർ ഇതേപോലെ ആകുമ്പോഴത്തേക്ക് തിരിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ 2 സൈഡ് 5 മിനിറ്റ് ചെയ്താൽ ടോട്ടൽ 10 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ബാക്കിയുള്ള മാരിനേറ്റും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ്സ് അത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആഫ്റ്റർ 15 to 20 മിനിറ്റ്സ് നമുക്ക് മൂടി എടുത്തിട്ട് ഫൈനൽ ടച്ച് പോലെ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മേളിൽ വിതറിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അഫ്ഗാനി ചിക്കൻ നമുക്ക് തന്നെ ഇത് മാത്രമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പൊറോട്ടയും ചപ്പാത്തിയൊക്കെയാണ് അതിന് മെയിൻ കോമ്പിനേഷൻ. ഞങ്ങളിവിടെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. നല്ലൊരു ക്രീമി ഒരു കാഷ്യൂൻ്റെയും ഗീയുടെയൊക്കെ ടേസ്റ്റുള്ളൊരു സെറ്റ് വെറൈറ്റി ആയിട്ടാണ്.
നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, പൊളിയായിരിക്കും. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഞങ്ങൾ കഴിച്ചു, ഹാപ്പി, സിമ്പിൾ സെറ്റ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, നോ പ്രോബ്ലം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു, നൈസാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് യുവർ ബോയ് അനന്തു. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.